ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഭവം കാണിക്കുക, പിന്നെ അത് എടുത്തപ്പോൾ ഡിലീറ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്ക് മതിയായില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ അവർക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ മേടിച്ചിട്ട്, നമുക്കിവിടെ ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, കഴിക്കാൻ അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ മേടിച്ചതാണ് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ചായ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പാൽ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ചും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട്, പിന്നെ കസ്റ്റാർഡ് കലക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പാക്കറ്റ് ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ കുറച്ചതിലേക്ക് ഒഴിച്ച് പിന്നെ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. നമ്മളെപ്പോലുള്ളവർക്കും പറ്റും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സാധനങ്ങളാണ് വേണ്ടോ. ഈ കസ്റ്റാർഡ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിനൊന്നും അധികം വിലയൊന്നുമില്ല. ലൂസായിട്ട് മേടിക്കുകയാണെങ്കിൽ 100-ന് 50 രൂപയുള്ളൂ. അപ്പോൾ കുറേ വീഡിയോസിലും റീൽസിലും ഒക്കെ ഇത് കാണുമ്പോൾ കുട്ടികളുടെ വിചാരം ഇത് വലിയ വലിയ പണക്കാരുടെ വീട്ടിലും വലിയ ആൾക്കാരുടെ വീട്ടിലും മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവരുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയപ്പോൾ നമുക്ക് തോന്നി നമ്മളെപ്പോലുള്ളവർക്കും ഇത് ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് പറ്റും. ഒരു ആപ്പിളും ഒരു അനാറും 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പാല് പഞ്ചസാരയിൽ ഉറുമ്പുണ്ടായിരുന്നു, ഒരു ഉറുമ്പ് അതിലേക്ക് ചാടി, അതാണ് എടുത്തത് ഞാൻ. അപ്പോൾ ഒരു പാക്കറ്റ് പാലിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അത് അടുപ്പത്ത് ഇരിക്കട്ടെ, തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല കനമുള്ള പാത്രത്തിലൊക്കെ പാല് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും പാല്. ബാക്കിയുള്ള പാല് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒഴിച്ചു കൊടുത്ത പാലിലേക്ക് നമുക്കിത് 3 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇതുപോലെ ലൂസായിട്ട് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ ലൂസാണ് വേണ്ടി പാക്കറ്റാണ് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൂസ് വാങ്ങി കേട്ടോ. അപ്പോൾ ലൂസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പൈസ കുറവാണ്. അപ്പോൾ ഇതുപോലെ ലൂസ് ഉള്ള പാക്കറ്റ് 100 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതാ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരിട്ടിട്ട് പാലിലേക്ക് ഇടണ്ട കേട്ടോ, അപ്പോൾ കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ലേശം പാലിലേക്ക് ഇട്ട് കലക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. അതിന് ശേഷം പാല് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുത്ത് പാല് ഒന്ന് ഒരു 2-3 മിനിറ്റ് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രം പാലൊന്ന് വേവണം. പാലൊന്ന് വെന്തതിന് ശേഷം മാത്രം കസ്റ്റാർഡ് പൗഡർ നമുക്ക് കലക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായി എൻ്റെ പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിതാ കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കി മിക്സ് ചെയ്തത്. ഇനിയിപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പാലിൽ മിക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് പാലിൽ ഞാൻ മിക്സ് ചെയ്തിട്ടാ. അപ്പോൾ ഇതുപോലെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം ഇത് ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെയും കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല മഞ്ഞ കളറാണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഒരു ക്രീം പോലെ തോന്നുന്നത്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നേരിൽ കാണുമ്പോൾ നല്ല മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഇത് ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് മുന്തിരി കുറച്ച് ഇതുപോലെ ഞാൻ 1 കിലോനൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മുന്തിരി എടുത്തിട്ട്, ഇതിപ്പോൾ എന്താ പറയുക, ഒരു ലേശം ഒരു 200-250 മുന്തിരിയോളം ഉണ്ടാവും, അത്ര എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാം കേട്ടോ. ചിലവരെല്ലാം തിളപ്പിച്ചിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നി ഇതാ നല്ലത് തോന്നി. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കുടിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിതാ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഓഫാക്കിയിട്ട് വെക്കും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ടായിരുന്നു. പത്തിരിക്ക് ഉമ്മാക്കും കുറച്ച് പത്തിരി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വാട്ടി ഉണ്ട പിടിക്കാട്ട് ഇരുന്നിട്ട് ഇനി പ്രസ്സിൽ വെച്ചിട്ട് പരത്തണം. പ്രസ് എന്താ പറയുക, ഉമ്മയുടെ അടുത്തൊരു പഴയ പ്രസ് ഉണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ടുപോയി നേരാക്കിച്ച് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിൽ പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഉണ്ടാക്കി. ഇത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ, ഞാൻ സ്പീഡാക്കിയതാണേ. അങ്ങനെ ഉണ്ടൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞു പ്രസ്സിൽ എനിക്ക് പരത്തി തന്നിട്ട് കുറച്ച് ഞാനങ്ങോട്ട് പരത്തി, പിന്നെ കുഞ്ഞു പരത്തി തന്നു, ഞാൻ ചുട്ടു കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ കുറച്ച് പൊടി ഇങ്ങനെ പരത്തുമ്പോൾ നമ്മൾ പൊടി തട്ടണം. ആദ്യം ഞാൻ വിചാരിച്ചു ഒന്ന് പരത്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ പലകയിലിട്ടിട്ട് ഒന്ന് പരത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി വേണ്ട, കുറേ പരത്തണ്ട, അപ്പോൾ വയ്യ, അപ്പോൾ ഇങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചു. നമുക്ക് കഴിക്കാനല്ലേ, വേറെ ഇവിടെ പള്ളിക്കിലേക്കൊന്നും കൊടുത്തയച്ചിട്ടില്ല കേട്ടോ.
വാഴാനിയിലൊക്കെ ആകുമ്പോൾ കൊടുത്തയക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പത്തിരിയൊന്നും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞു തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഇത്തിരി അങ്ങോട്ട് പോവാണ്ട്. അപ്പോൾ അത് പോവണ്ടേ, പിന്നെ വൈകിട്ട് നോമ്പ് തുറന്നാലൊക്കെ അവിടുന്ന് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് ഞാൻ പള്ളിക്കലേക്കൊന്നും കൊടുത്തയച്ചില്ല. നമ്മൾ ഉണ്ടാക്കി ബദരീങ്ങളിലാണ്ടല്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, പത്തിരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് വെച്ചിട്ട് കറിയും വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ പത്തിരി ഞാൻ ഗ്യാസിലാണ് ചുട്ടത്. നമ്മുടെ ദോശക്കല്ലിൽ 2 വെച്ചിട്ട് ചൂടാൻ പറ്റും. അതിങ്ങനെ പരത്തണേനെ 2 വെച്ചിട്ട് ചൂടാം. അതെല്ലാം നമ്മൾ പലകേമ പരത്തുകയാണെങ്കിൽ ഓരോന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഇത്തിരി വട്ടം കുറവായ കാരണം ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഒരടുപ്പത്ത് കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ തേങ്ങ വറുത്ത് ഒഴിക്കണം. പിന്നെ പത്തിരി കുറേ ചൂടാണ്ട്, അതൊക്കെ ചൂടും വേണം. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്തില്ല. ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ മറ്റേ അവിടെ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, കറിയിലത്തെ ചിക്കനൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് കട്ട്ലേറ്റ് ഒന്നും ഇതിന് പറയാൻ പറ്റില്ല, എന്നൊരു കട്ട്ലേറ്റിൻ്റെ മോഡലും ആക്കി വെച്ചിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ പൊരിക്കടികളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഈ ഫ്രൂട്ട് സലാഡ് തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറൊക്കെ നിറയണ പോലെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് എന്താ പറയുക, പാലൊക്കെ നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ നോമ്പറക്കാറായതിന് ശേഷമാണ് ഇത് എടുത്തത്. നന്നായിട്ട് തണുത്ത് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ആപ്പിളും 2 പഴവും ഒരു അനാറും കേട്ടോ, അത് നന്നായിട്ട് ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് പച്ചമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ എന്തായാലും നോമ്പായി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് മേടിക്കും. അപ്പോൾ ആ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിലേക്ക് വേറെ ഫ്രൂട്ട്സ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളവർക്കാണെങ്കിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം. ചിലർ കിവി ഇടും, വേറെ ഫ്രൂട്ട്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഇടും. അപ്പോൾ ഉള്ളത് ഇടുക, ഇല്ലാത്തവർ എന്താ പറയുക, ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അതന്നെ. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്കസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തില്ല, ഞാൻ മറന്നു പോയി ഇട്ട് കൊടുക്കാൻ. പക്ഷേ കസ്കസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നതാട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ ഇഷമോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ വായിലൊന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. 1 മണിക്കൂർ കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നോമ്പ് ഇറക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. തണ്ണിമത്തനും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കട്ട്ലേറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതും പിന്നെ എന്താ ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇറച്ചി പത്തിരി അതന്നെ ഉള്ളത്. നമ്മളത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട് സലാഡ് കഴിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ആച്ചൂട്ടന് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഇന്നലത്തെ നോമ്പ്. ആച്ചൂട്ടൻ കിടപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അവനെ കൊണ്ട് നോമ്പ് എടുപ്പിച്ചിട്ടില്ല. അവൻ അതിൻ്റെ ഇടയിൽ 2 ദിവസം പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനിച്ചപ്പോൾ പിന്നെ അവന് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ നോമ്പെടുത്തപ്പോൾ തീരെ കിടപ്പായിട്ടാണ്. നോമ്പ് കൊടുക്കണ വരെ കിടക്കുക തന്നെയായിരുന്നു. കിടക്കണോടത്തുനിന്നാണ് വിളിച്ചു കൊടുത്തിട്ട് ഇരുത്തിയേക്കണത്. അപ്പോൾ പെട്ടെന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ നോമ്പ് തുറന്നപ്പോഴാണ് ഉഷാറായത് കേട്ടോ. ഈ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ പിള്ളേർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ കുഞ്ഞിന് വലിയ പ്രശ്നമൊന്നുമില്ല. അവൻ പിന്നെ ഇത്തിരി കൂടി വലുതല്ലേ. ആച്ചൂട്ടന് എന്നാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ അവനിപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല. നോമ്പ് 17 അല്ലമ്മ ബദരീങ്ങളിലാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അവരുടെ ഒരു ഇഷ്ടമല്ലേ, നമ്മൾ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അവരെടുക്കാൻ എടുത്തോട്ടെ, പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റണ വരെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇതാ മുന്തിരി ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ നോമ്പറന്ന് എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എണീച്ച് പോയിട്ട് പിന്നെ ഓരോരുത്തർ ഓതാനും നിസ്കരിക്കാനും അങ്ങനെയൊക്കെ നിന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാവുക. ചില ദിവസങ്ങളിലൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ചിലപ്പോൾ എന്താ പറയുക, വെള്ളവും ചോറും അന്നത്തെ ദിവസമൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുള്ളൂ. ചിലപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറും കറിയൊക്കെ വെച്ചേക്കും. വൈകിട്ടാവുമ്പോൾ വല്ല ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ മുന്തിരി ഉണ്ടാവും, ചിലപ്പോൾ പൈനാപ്പിൾ ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ തണ്ണിമത്തനെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊരു ജ്യൂസ് അടിക്കും. ഇവരെന്നെ ഞാൻ പള്ളിക്കലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ അവർ അവിടുന്ന് നോമ്പ് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണ് എന്നും ഉണ്ടാവുക, മിക്ക ദിവസങ്ങളിലും ഉണ്ടാവാറ്. അന്നത്തെ ദിവസമൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ പത്തിരി ഇറച്ചിയും കഴിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ഇതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ഹായ് നോഹ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ?